ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയ്ക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല. സുശീല പിന്നീട് പോകുന്നത് സുധൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. കാരണം തനിക്ക് അനന്തമാഷിൻ്റെ കാല് പിടിക്കാൻ വയ്യെങ്കിലും ഒരിക്കലും ജയിലിൽ പോയി കിടക്കണമെന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിന് എന്താ വഴിയെന്ന് ആലോചിച്ചും കൊണ്ട് സുധൻ്റെ അരികിലോട്ട് പോവാണ്. കാരണം തനിക്ക് ഏത് സമയത്തും എന്ത് അഭിപ്രായം എന്ത് തീരുമാനം എടുക്കാൻ സുധനാണല്ലോ. അതുകൊണ്ട് സുധൻ്റെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ. ഇതേ സമയം സുശീല വരുന്നത് കാണുമ്പോൾ തന്നെ കുഞ്ഞമ്മണി അങ്ങ് പിടിക്കാനിട്ട് കുഞ്ഞമണി പറയുന്നുണ്ട്, ആ വരുന്ന സുധ അവളുടെ വരവ് എന്തിനായിട്ടാണാമോ? എന്തായാലും എൻ്റെ കുഞ്ഞമ്മേ, നിങ്ങളൊന്ന് കാര്യങ്ങൾ നല്ലപോലെ സംസാരിച്ചോളൂ. അവരോട് ഇടപെടുന്നതിനെയുള്ള സംസാരം വേണ്ട. കാരണം ഹർഷയുടെ വീട്ടിൽ നിങ്ങൾക്ക് നിൽക്കണമല്ലോ, നല്ലൊരു വരുമാനവും കിട്ടും. അതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. എനിക്ക് അവളുടെ പ്രവൃത്തിയൊന്നും കണ്ടിട്ട് അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വൃത്തികെട്ട പ്രവൃത്തിയാണ്. എൻ്റെ പേരക്കുട്ടിയെ വീണ്ടും കൊട്ടേഷനിലോട്ട് അവൾ ഇട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്ത് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിലാണ് വരുന്നത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഈ സമയം കുഞ്ഞമ്മ ഇങ്ങനെ നിൽക്കുന്നത്, ആഹാ കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? കുഞ്ഞമ്മ ആ വഴിക്കൊന്നും വന്നില്ലല്ലോ. എന്തിനാ സുശീല എൻ്റെ പേരക്കുട്ടിക്ക് കൊട്ടേഷൻ കൊടുത്തതുപോലെ എനിക്കെന്തെങ്കിലും കൊട്ടേഷൻ തരാനാണോ? അത് കേട്ട ഉടനെ തന്നെ സുധന് അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് സുശീലക്ക് അങ്ങ് ദേഷ്യം വരികയെന്ന് കാണുമ്പോൾ, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഉള്ളതുപോലെ പറയണല്ലോ. എൻ്റെ സുശീലെ, നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിനക്ക് തന്നെ തിരിച്ചടിയായി വരുന്നതെന്ന് നീ ഓർക്കണം. നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ തിരിച്ചടിയാവും. കാരണം എൻ്റെ പേരക്കുട്ടിയെ പേടിച്ചാണ് ഞാൻ ഈ നാട്ടിലോട്ട് വന്നത്. എന്നാൽ അവനോട് കളിച്ചവരാരും ഇന്ന് തന്നെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല. അതാണ് അവൻ്റെ സ്വഭാവം. അതുകൊണ്ട് സുശീല ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറയണേട്ടോ. ഈ സമയമാണെങ്കിലോ ഈ അർഷയാണെങ്കിലോ 1,00,000 രൂപയിൽ 25,000 രൂപ ഇനി കൊടുക്കാനുള്ളൂ എന്നുള്ള കാര്യം അങ്ങ് വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്താൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ സമയം സുശീല വന്നിട്ട് പറയണേ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഈ അനന്തമാഷിനോട് ക്ഷമ പറയാൻ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ആ വാദ്യരോട് ക്ഷമ പറയുന്നതിൽ നല്ലത് ജയിലിൽ പോയി കിടന്നാൽ യാതൊരുവിധ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുധൻ പറയണേ, എൻ്റെ സുശീലെ, കാര്യങ്ങൾ നീ നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ കരുതിയത്. സുശീല ആ അനന്തമാഷിനോട് ക്ഷമ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പറയാതിരുന്നാൽ അതിന് വേറൊരു ഭവിഷ്യത്തും സുശീലയ്ക്ക് വരുന്നുണ്ട്. എന്ത് ഭവിഷ്യത്ത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞമണി അപ്പത്തിന് പറയണേ, അതെ ഈ സുശീല ആ വാദ്യരോട് ക്ഷമ പറഞ്ഞെങ്കിൽ സുശീല കുറച്ചു കാലം ജയിലിൽ അങ്ങ് പോയി കിടക്കുമ്പോൾ ഉണ്ട തിന്നുമ്പോൾ പഠിച്ചോളൂ. അത് കേട്ട ഉടൻ തന്നെ അങ്ങ് സുശീലക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ. അതെ, എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കുഞ്ഞമ്മേ നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ. എൻ്റെ സുശീല, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. അതിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നീ ഉൾക്കൊണ്ടോ. അതല്ലെങ്കിൽ നിന്റെ ഭാവിക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നീട് അഴി എണ്ണിയതിനു ശേഷം രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ സുധൻ, സുശീലെ, ഞാനും പറയുന്നത് അത് തന്നെയാണ്. തെറ്റ് തന്നെയാണ്, ചെയ്തത് തെറ്റാണ്. ആ മാതിരി ഇനിയിപ്പോൾ പഴയതുപോലെയല്ല. അനന്തമാഷി ഞാൻ കേട്ടുകൊടുത്തോളം പഴയ സ്വഭാവക്കാരനല്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്മമരം അയാൾ മുറിച്ച സ്ഥിതിക്ക് ഇനി അയാൾ എന്തും ചെയ്യും. പ്രത്യേകിച്ച് സുശീൽ അവരുടെ മുഖത്തടിച്ച് അനുപമ എന്ന മകളെ ഇനി മരുമകളായി സ്വീകരിക്കില്ലെന്ന് അയാളോട് പറഞ്ഞ സ്ഥിതിക്ക് ബന്ധങ്ങൾ നോക്കാൻ അയാൾക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഒരുപക്ഷെ സുശീലയുടെ നേർക്ക് കേസ് കൊടുത്താൽ സുശീലയുടെ മക്കൾ വിചാരിച്ചാൽ പോലും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു തെറ്റാണ് സുശീല ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞമണി പറയണേ, ഇനിയിപ്പോൾ എൻ്റെ മകനക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തില്ലെങ്കിൽ അവൻ തന്നെ സുശീലയെ നിന്നകത്തോട്ട് കയറ്റുമെന്ന് പറയണ്ടോ. ഇതൊക്കെ കേൾക്കുന്ന സുശീല ആകെ ടെൻഷനാവാണ്. ഇനിയിപ്പോൾ എന്താ വഴി? ഇനിയിപ്പോൾ ആ വാദ്യരോട് ഇനിയിപ്പോൾ മാപ്പ് പറച്ചിലോട്ട് തന്നെ എത്തുന്നു എന്ന ആ ഒരു ഇതിലാണ്. ഈ സമയം സുധൻ പറയണേ, സുശീല, ഹർഷയുടെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ് എന്ന് രവി പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞമ്മയെ അങ്ങോട്ടേക്ക് വിട്ടാൽ വലിയ കുഴപ്പമുണ്ടോ? അതൊന്നും നടക്കില്ല, അതൊന്നും ശരിയാവില്ല. അത് കേൾക്കുന്ന കുഞ്ഞമ്മ പറയണ, അതെന്താ സുശീല, ഞാൻ പോയാൽ നിന്റെ കള്ളങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ നിൽക്കുന്നില്ല. എൻ്റെ പേരക്കുട്ടിയുടെ ഉപദ്രവം സഹിക്കാതിരിക്കാൻ മാത്രം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അത്രയേ ഉള്ളൂ. കുറച്ചു കാലം എനിക്ക് അവന് കൊടുക്കാനുള്ള പണം ഉണ്ടാക്കണം, അതേ എൻ്റെ ലക്ഷ്യമുള്ളൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ വിനയനെയാണ് കാണിക്കുന്നത്. ഡോക്ടർ യാതൊരുവിധ മറുപടിയും നൽകുന്നില്ല. ചീരുവിൻ്റെ റൂമിലോട്ട് കയറാനും സമ്മതിക്കുന്നില്ല. എന്നാൽ വിനയൻ്റെ ഉള്ളിൽ അതാണോ പെണ്ണോ എന്നുള്ള സംശയം വീണ്ടും വന്നിരിക്കുന്നു. വിനയൻ സൈക്കോ വിനയൻ തന്നെയാണ് കേട്ടോ. വിനയൻ്റെ സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റം വരില്ല. പക്ഷേ ഇത് റീമേക്കിൽ ഇത്രത്തോളം ഒന്നും വളച്ചൊടിച്ചിട്ടില്ല. ഇത് കുറേ ഒന്നും വളച്ചൊടിച്ച് എന്ന് മാത്രം. അങ്ങനെ വിനയൻ
വീണ്ടും വിനയൻ്റെ സംശയം മുള പൊട്ടിയിരിക്കുകയാണ്. വിനയൻ തൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണെന്നുള്ള ആ ഒരു ഇതിലാണ്, ആ ഒരു തത്രപ്പാടിലാണ് വിനയൻ ചിരുവിനെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുമല്ല, ചിരുവിനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതിലുള്ള ആ ഒരു ആനന്ദം വിനയന് വേറെ തന്നെയാണ്. അങ്ങനെ വിനയൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഈ സമയം ഡോക്ടർ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അമ്പിളിയെ വിളിക്കാൻ ചിരു പറയുന്നു. അങ്ങനെ അമ്പിളിയുടെ അടുത്തോട്ട് പോകുന്നു. പക്ഷെ വിനയനെ വിളിക്കാൻ പറയുന്നില്ല. അത് വിനയൻ്റെ മനസ്സിലാകെ ആശയക്കുഴപ്പത്തിലാക്കാണ്. അങ്ങനെ വിനയൻ തൻ്റെ കുഞ്ഞിന് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ, എക്സ്റേ കഴിഞ്ഞു, എക്സ്റേ എടുക്കൽ കഴിഞ്ഞു, എന്നാൽ റിസൾട്ട് പറയുന്നില്ല, എന്തായിരിക്കും പ്രശ്നം എന്നറിയാം വിനയൻ ഡോക്ടറുടെ അടുത്തോട്ട് പോയിട്ട്. ഈ സമയം ഡോക്ടറാണെങ്കിലോ, എന്താ വിനയ, അതെ എൻ്റെ ഭാര്യയുടെ എക്സ്റേ കഴിഞ്ഞു എന്ന് അറിഞ്ഞു, അതുകൊണ്ട് തന്നെ സ്കാനിങ് കഴിഞ്ഞു എന്നറിഞ്ഞു, സ്കാനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ റിപ്പോർട്ട് അറിയണമെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട ഉടൻ തന്നെ വിനയ, നീ എന്താ ആഗ്രഹിക്കുന്നത്, കുഞ്ഞിനെ വേണമെന്നുള്ള റിപ്പോർട്ടാണോ അതോ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ടാണ്? അല്ല, എൻ്റെ കുഞ്ഞൊരു ആൺകുഞ്ഞാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത്. ആൺകുഞ്ഞായതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ലല്ലോ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതറിപ്പും കൊണ്ട് പറച്ചിൽ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ ചോദിക്കാണ്, വിനയ നിന്നോട് ആരാ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞത്? അത് എൻ്റെ മൂത്ത 2 കുട്ടികളിലെ പെൺകുഞ്ഞാണല്ലോ, അപ്പം അടുത്തത് ആൺകുഞ്ഞ് തന്നെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അത് കേൾക്കുന്ന ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം പിടിക്കുന്നത്, ഞങ്ങൾ ഡോക്ടർമാർ ഒരിക്കലും ഈ കുഞ്ഞുങ്ങളുടെ ആണോ പെണ്ണോ എന്നുള്ളത് ഞങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കാറില്ല, ഞങ്ങളത് നോക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, സ്കാനിങ് കഴിഞ്ഞു. അത് സത്യം തന്നെ ചീരുവിന് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനി മേലാൽ ചീരുവിനോട് നീ കാണിച്ചത് ഇനി കാണിക്കരുത്. ഞാനെന്ത് കാണിച്ചു ഡോക്ടറെ? നീ കാണിച്ചില്ല വിനയ, നീ ചീരുവിനെ എന്തിനാണ് ഇങ്ങനെ ഗർഭിണിയായ ഒരു പെണ്ണിനെ ആരെങ്കിലും ഈ സമയം നിങ്ങളുടെ കാമപ്രാന്ത്, അതായത് നിങ്ങളുടെ കടന്നു പിടിക്കൽ ആരെങ്കിലും ചെയ്യുമോ? ഈ സമയമൊക്കെ ഭാര്യയും ഭർത്താവും കുറച്ച് അകൽച്ച പാലിച്ച് ജീവിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ ഇങ്ങനെ വിനയനോട് പറയുമ്പോൾ വിനയൻ അത് കുറേ കാലം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. പെട്ടെന്ന് ചിരുവിനെ കണ്ടപ്പോൾ എനിക്ക് അവളെ കണ്ട ആ ഒരു ഇതിൽ എന്തായാലും നിങ്ങളുടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളത്, ആ ഒരു തോന്നൽ നിങ്ങൾക്ക് വേണമായിരുന്നു. അത് കേട്ട വിനയൻ, അതന്നെയാണ് ഇപ്പം എൻ്റെ മനസ്സിനെ വല്ലാതെ വേവലാതിയാക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവളെ കണ്ടപ്പോഴുള്ള ആ ഒരു ഇതിൽ അവളോട് ഞാൻ അങ്ങ് കൂടിച്ചേരാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു. എൻ്റെ കുഞ്ഞ് ആൺകുഞ്ഞാണല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഡോക്ടർക്ക് ദേഷ്യം പിടിക്കാനായിട്ട്. അങ്ങനെ ഡോക്ടർ 1, 2 അങ്ങോട്ട് വിനയനോട് പറയുന്നുണ്ട്, വിനയ ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതിനുശേഷം ഡോക്ടർ പറയണത്, ഞാൻ കൂടുതലായി നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും, എനിക്ക് പലതും നിങ്ങളോട് പറയേണ്ടി വരും, അത് ആണോ പെണ്ണോ എന്നുള്ള തീരുമാനിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് ഞാൻ ഡോക്ടറായി ഞാൻ പറയില്ല എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സൂചന, അതായത് പെൺകുട്ടിയാണെന്നുള്ള ഒരു സൂചന അങ്ങ് കൊടുക്കുന്നത് പോലെയുള്ള ആ ഒരു സംസാരം അങ്ങ് സംസാരിച്ച് പോകുമ്പോൾ വിനയം പറയണേ, അല്ല എനിക്ക് ആൺകുട്ടിയാവാനാണ് ആഗ്രഹം, പക്ഷേ പെൺകുട്ടിയായെന്ന് കരുതി ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തൊന്നും ഇല്ല കേട്ടോ എന്നും പറയുമ്പോൾ, ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ നിന്നാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തോട്ട് വിടുമ്പോൾ വിനയൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, അതാണല്ല അത് പെണ്ണാണ്, തീർച്ചയായും എനിക്ക് 2 കുഞ്ഞുങ്ങൾ മതി, അവളുമായി സുഖമായി ജീവിക്കാം, 3ാമത് പെണ്ണാണെങ്കിൽ ഇനി അത് മുമ്പിലോട്ട് വരാൻ പാടില്ല എന്ന ആ തീരുമാനമെടുക്കണം. പിന്നീട് വിനയൻ ചെയ്യുന്ന ഓരോ ക്രൂരതകൾ തന്നെ ആയിരിക്കും കേട്ടോ വിനയനെ ചിരു എന്നേക്കുമായി അനന്തമാഷ് തന്നെ തീരുമാനമെടുക്കുന്ന ആ ഒരു കാര്യങ്ങളിലോട്ടാണ് ഇനി വിനയൻ ഓരോ പ്രവൃത്തിയും ചെയ്യുക. ചിരുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ചിരുവിനോട് ഓരോ ദ്രോഹം ചെയ്യുന്നത് അത് ചിരുവിന് വലിയൊരു വീഴ്ചയിലോട്ടും അഗാധത്തിലോട്ടും ആകുമ്പോൾ അനന്തമാഷ് രഘുവും വിനയനെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ തല്ലൂട്ടോ. പക്ഷേ ഇത് എത്രത്തോളം കഴിഞ്ഞിട്ടാണെന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ചിരുവിൻ്റെ കുഞ്ഞിനെ കളയാനുള്ള ശ്രമങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ.